കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛൻ ഉണ്ണിക്ക് വേണ്ടി പോയിട്ടല്ലേ ഇപ്പൊ അപകടത്തിലായത്? അങ്ങനെയൊന്നും അല്ല മക്കളെ. ഞങ്ങൾക്കറിയാം അച്ഛാ. അവരിവിടെ ഇല്ലെങ്കിൽ നമുക്കിവിടെ ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ. അവര് കാരണവാ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെയൊന്നും പറയരുത്. അവരെ ഇനി ഈ വീട്ടിലേക്ക് കേറ്റണ്ടച്ചാ. അവരോട് അവരുടെ വീട്ടിൽ തന്നെ തിരിച്ചു പോകാൻ പറയച്ചാ. അങ്ങനെയൊന്നും പറയരുന്നല്ലേ പറഞ്ഞേ. കീർത്തി, അനു ഇല്ലാതെ നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റില്ലച്ചാ. അനു, കീർത്തി ഇല്ലാതെ നിനക്കിരിക്കാൻ പറ്റുമോ? നോ അച്ഛാ. അതുപോലെ ഉണ്ണിയും നമുക്ക് വേണം, മമ്മിയും വേണം. അവരെന്തിനാ നമ്മുടെ കൂടെ? എന്തിനാന്ന് ചോദിച്ചാൽ അവരെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഇനിയും ഒരുപാട് ഹാപ്പി ആയിരിക്കും. ഇതിനു മുമ്പുള്ളതിനേക്കാളും നിങ്ങൾ വൃത്തിയായും സുന്ദരി കുട്ടികളായും ഇരിക്കുന്നില്ലേ? നിങ്ങളുടെ റൂം എന്നും വൃത്തിയായിട്ടല്ലേ കിടക്കുന്നേ? അതിനെല്ലാം ആരായിരിക്കും കാരണം? നിങ്ങളുടെ പുതിയ മമ്മിയാണ്. ദിവസവും നിങ്ങളുടെ റൂമെല്ലാം വൃത്തിയാക്കി നിങ്ങളെ രണ്ടുപേരെയും റെഡിയാക്കുന്നില്ലേ? അതെ അച്ഛാ. അതുപോലെ തന്നെ ഉണ്ണി വന്നതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രസ് കാർഡില് മാർക്സ് എല്ലാം കൂടാൻ തുടങ്ങിയില്ലേ? അതെന്തുകൊണ്ടാ? ഉണ്ണി നിങ്ങളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അവൻ തീർത്തരുന്നതും കൊണ്ടല്ലേ? അതെ അച്ഛാ. സോ അപ്പൊ അവരെ കൊണ്ട് നമുക്ക് നന്മയല്ലേ ഉണ്ടാവുന്നത്? പക്ഷേ അച്ഛന് ബാഡല്ലേ സംഭവിച്ചത്? അതല്ല മോളെ, അച്ഛന് നല്ലത് തന്നെയാ സംഭവിച്ചത്. അവരെ നമുക്ക് വേണം. ഈ വീട്ടിൽ അവരും ഉണ്ടാവണം. അവരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കും. എന്താ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. മൈ ലിറ്റിൽ ഏഞ്ചൽസ്, ഗുഡ് ഗേൾസ്. ഈ പ്ലാനും വർക്കൗട്ട് ആയില്ല. അപ്പൊ ആ വസുവും ചെറുക്കൻ ഈ വീട്ടിലേക്ക് തന്നെ വരും. ഇറങ്ങു വസു. ദുർനിമിത്തക്കാരിയാ നീ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനാടി നീ വന്നത്? ഗതി പിടിക്കാത്ത നിന്റെ മുഖം എനിക്കിനി കാണുകയേ വേണ്ട. വാ മോളെ. അഭിയുണ്ടല്ലോ മോളെ, നിങ്ങളിവിടെ ആരും ഒന്നും പറയില്ല. അതെ എടുത്തി, അഭിയേട്ടൻ കൂടെ ഉള്ളിടത്തോളം ഏട്ടത്തി ആരും ഒന്നും പറയില്ല. വാ എടുത്തി. ഭാവനയെടുത്തി, അമ്മയ്ക്ക് പെട്ടെന്ന് കോഫി കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം. അച്ഛ, കോഫി. അമ്മേ.
മോളെ ഭാവനെ, ഇത് കഴിച്ചു തീരുന്നതിന് മുമ്പേ എനിക്ക് കാപ്പി കൊണ്ടുപോവാ. കൊണ്ടുവരാ ഇളയമേ. ഇത്രയും സമയം എവിടെ പോയിരുന്നു വസു? രാത്രി മുഴുവൻ എവിടെയായിരുന്നു? നിന്നെ കാണാതെ എല്ലാരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? വസു ഇന്നലെ അമ്പലത്തിലായിരുന്നു ഭാവനെ. രാത്രി മുഴുവൻ പൂജ ചെയ്യുകയായിരുന്നു പാവം. അഭിയേട്ടന് സുഖാവാൻ വേണ്ടി വസു എടുത്തിയ ഉണ്ണിയും കൂടിയും അമ്പലത്തിൽ ചെയ്ത ഓരോ കാര്യം പൂജാരി പറഞ്ഞപ്പോ സത്യം പറഞ്ഞ കണ്ണു നിറഞ്ഞുപോയി. ഇന്നലെ വസു ഉണ്ണിയും ചെയ്ത പൂജയുടെ ഫലത്താല അഭയുടെ ജീവൻ രക്ഷപ്പെട്ടത്. നന്നായടാ. മന്ത്രം കൊണ്ട് അസുഖം മാറുവോ? പൂജ കൊണ്ട് മനുഷ്യന്റെ ജീവൻ തിരിച്ചു കിട്ടുവോ? ആവശ്യമില്ലാതെ ഇവറ്റകളൊന്നും തലയിലെടുത്ത് വെക്കലടാ. നമുക്ക് ആർക്കും ചെയ്യാൻ തോന്നാത്ത കാര്യമാ വസു ചെയ്തത്. ദൈവം ഉണ്ടെന്നുള്ളത് സത്യമാണെന്നുണ്ടെങ്കില് പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയെന്നല്ലേ നമ്മളെ വിശ്വസിക്കേണ്ടതില്ലേമേ? അപ്പൊ നീ പറയുന്നത് ഇവളൊരു പതിവ്രതയും സാവിത്രിയാണെന്നാണോ ഭാവനെ? ആ കാലനോട് പോരാടി ഇവളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു എന്നാണോ? ഭർത്താവിന് വേണ്ടി 2 ദിവസം ഊണും ഉറക്കം ഉപേക്ഷിച്ച് പൂജ ചെയ്യുകയായിരുന്നു. നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ? ഇത് ഇളയമ്മ വെറുതെ ചെയ്യുന്ന പോലെ കൂടത്രൊന്നും അല്ല. പൂജയെ പറ്റി എന്തറിയാം നിങ്ങൾക്ക്? അഭിയേട്ടൻ എവിടെയുണ്ട്? അഭി മുകളിലെ റൂമിലുണ്ട് വസു. നിന്നെ ഉണ്ണിയും തിരക്കുന്നുണ്ടായിരുന്നു. ചെല്ല്. എനിക്കൊന്ന് കുളിക്കണം. വെള്ളം ചൂടാക്ക്. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? വാ അങ്ങോട്ട്. എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. എന്റെ ബാഗ് എടുത്തോണ്ട് വാ. പോയിട്ട് വരാം. എല്ലാം നാടകം എടുത്തി. എല്ലാം വെറും അഭിനയ. അവക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ടാ പൂജ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ അടവുകൾ ഇറക്കുന്നത്. സഹോദരങ്ങൾ രണ്ടുപേരെയും അവള് നേരത്തെ കയ്യിലാക്കി. ഭാവന അവളുടെ കൂടെ തന്നെയാണല്ലോ. അവക്ക് വേണ്ടിയാണല്ലോ സംസാരം. ബാക്കിയുള്ള നമ്മൾ രണ്ടുമാണല്ലോ. നമ്മളെ വിശ്വസിപ്പിക്കാനാ ഈ അടവുകളൊക്കെ. എന്തായാലും ഏട്ടനെ എടുത്തിയും പുണ്യം ചെയ്തതുകൊണ്ട് നമ്മുടെ അഭി ജീവനോടെ തിരിച്ചു വന്നു. അല്ലാതെ ഇവളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവളെ എടുത്തി തലയിലൊന്നും എടുത്ത് വെക്കല്ലേ. അവളൊരു പിശാചാ. ഇവളെ ഇനി അബീയുടെ അടുത്ത് ചെന്ന് എന്തൊക്കെ കൊളുത്തി കൊടുക്കുവോ, എന്തൊക്കെ കുറ്റം പറയോ എന്തോ. അമ്മ, അച്ഛനിപ്പോ ഉറങ്ങുവല്ലേ? അച്ഛനൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ?
വരൂ അച്ഛാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെയായിരുന്നു? അച്ഛൻ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനും അമ്മയും ഇന്നലെ മുഴുവനും അമ്പലത്തിലിരുന്ന് നിർത്താതെ പൂജ ചെയ്യുമായിരുന്നു. അതെ അബി, പാവം വസു ഉണ്ണിയും നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഏട്ട ഇപ്പഴാ എന്നോട് പറഞ്ഞത് കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നിനക്ക് വേണ്ടി ഇവർ അമ്പലത്തിൽ എന്താ ചെയ്തെന്നറിയോ? ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത്? ശരീരത്തിന് സുഖമില്ലെങ്കിൽ ഡോക്ടറിനല്ലേ കാണേണ്ടത്, അല്ലാതെ ക്ഷേത്രത്തിലാണോ പോവേണ്ടേ? ആ ഡോക്ടർമാർ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോ നമ്മളെന്തിനത് വേണ്ടാന്ന് വെക്കുന്നേ? അതെ അച്ഛാ, അച്ഛനെ വേഗം രക്ഷിക്കാൻ ആ ദൈവത്തിന് മാത്രമേ പറ്റൂ എന്ന് ഡോക്ടർ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ സ്വാമിയുടെ അടുത്ത് ചോദിച്ചിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കണമെന്നും അമ്മ സ്വാമിയോട് പറഞ്ഞു. വ്രതം എടുത്താ പെട്ടെന്ന് തന്നെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ആ അമ്പലത്തിലെ പൂജാരി അമ്മയോട് പറഞ്ഞിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്തു. പൂജാരി പറഞ്ഞതുപോലെ തന്നെ ദൈവം അച്ഛനെ പെട്ടെന്ന് രക്ഷിക്കുകയും ചെയ്തു. അച്ഛാ, അച്ഛന് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് വീണ്ടും പോണം. അച്ഛനും ഞാനും അമ്മയും എല്ലാരും കൂടി ചേർന്ന് ദൈവത്തിന് എന്തായാലും താങ്ക് യു പറയണം. അങ്ങനെ തന്നെ ചെയ്യാം ഉണ്ണി. നീ വാ, ഞാൻ നിന്നെ കുളിപ്പിച്ചു തരാം. എപ്പോ കഴിച്ചതാന്ന് അറിയില്ല. വേഗം കുളിച്ചിട്ട് ആഹാരം കഴിക്കാം. വസു, നീയും വേഗം ഫ്രഷ് ആകും, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. നീ വാ. എന്നോട് ക്ഷമിക്കണം ഏട്ടാ. എന്തിനാ സോറി പറയുന്നത്? പറയണമെങ്കിൽ ഞാനാണ് നിന്നോട് താങ്ക്സ് പറയണ്ടേ. നീ കാരണ ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ കാരണമാണോ ഏട്ടന്റെ ജീവൻ രക്ഷപ്പെട്ടതെന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഞാൻ കാരണം ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഉണ്ണി കാരണമല്ലേ ഏട്ടൻ ഇതൊക്കെ സംഭവിച്ചത്. ഏട്ടന് വെടിയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അച്ഛനെയും അമ്മയെയും വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അതിന് കാരണം നീ അല്ല വസുന്ധരെ. അല്ല, ഞാൻ തന്നെയാണ്. ഞാൻ വരുന്നതിന് മുൻപ് ഈ വീട് എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരുന്നു. ഞാൻ വന്നതിന് ശേഷം അതൊക്കെ പോയി. ഞാൻ കാരണമാണ് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായത്. ഞാൻ കാരണമാണ് ഏട്ടന് അപകടം ഉണ്ടായതും ഇങ്ങനെ വേദനിച്ചതും. ഈ ഞാനില്ലായിരുന്നുവെങ്കിൽ
കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. ഇതിനു മുമ്പ് എന്ത് നടന്നു എന്നുള്ളതല്ല പ്രധാനം. എന്താന്ന് വെച്ചാൽ നമുക്കത് മാറ്റാനാവില്ല. നടന്നത് നല്ലതായാലും ചീത്തയായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഒരാൾ മറ്റൊരാൾക്ക് തുണയായിരിക്കേണ്ടവർ, സുഖങ്ങളും ദുഃഖങ്ങളും പങ്കിടേണ്ടവർ. ഉണ്ണി നമ്മുടെ മകനാണ്. ഉണ്ണിയോടും അനുവിനോടും കീർത്തിയോടും നമുക്ക് രണ്ടാൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇതാണ് സത്യം. ഇത് നീയും ഞാനും അംഗീകരിച്ചേ മതിയാവും. ഇവിടെ ഇപ്പൊ നീയാണ് എന്നോട് സോറി പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് നിന്നോട് നന്ദി പറയേണ്ടത്. ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചതെന്ന് ഭാസ്കരേട്ടനും അഖിലും എന്നോട് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ അച്ഛനും അമ്മയും പോലീസിനെ ഒന്നും അറിയിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഐ എം സോറി. എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ നിന്നോട് സോറി പറയുന്നു. അയ്യോ, എന്നോട് സോറി ഒന്നും പറയണ്ട. നിനക്ക് കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞേ. ഇത്രയും നല്ല മനസ്സാണ് ഏട്ടൻ്റെത്. കൂടെയുള്ളവരുടെ മനസ്സും ഏട്ടൻ നന്നായി മനസ്സിലാക്കുന്നു. ഏട്ടൻ നല്ലൊരു വ്യക്തിയാണ്. അതെന്റെ മാത്രം ഗുണമല്ല. അങ്ങനെ ചിന്തിക്കത്തക്ക രീതിയിൽ എന്നെ വളർത്തിയ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഗുണമാണ്. നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ട്. എനിക്ക് വേണ്ടി വ്രതമൊക്കെ എടുത്തതല്ലേ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മഴവില്ലിൻ നിറമേഴും കന്നിമഴയായി പെയ്യുമ്പോൾ ഇതു സ്വപ്നമുണർന്ന സുവർണ ദിനം. വസു ഉണ്ണിയും അബിയോട് സംസാരിച്ചോ ഭാവനെ? വസു ചെയ്ത കാര്യം കേട്ടപ്പോ അബിക്ക് ഒരുപാട് സന്തോഷമായേട്ടാ. അവരോട് സ്നേഹത്തോടെ സംസാരിച്ചത്. ശരിക്കും വസു നല്ലൊരു കുട്ടിയാണ്. അബിക്ക് വേണ്ടി രാത്രി മുഴുവൻ ഇരുന്ന് പൂജ ചെയ്തത്, അബിയുടെ ജീവൻ രക്ഷപ്പെട്ടത് എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മിറാക്കിൾ തന്നെയാ. അങ്ങനെയൊന്നും അല്ല, അതൊക്കെ മെഡിക്കൽ സയൻസിന്റെ കഴിവാ. അതുകൊണ്ടാ ചേട്ടൻ രക്ഷപ്പെട്ടു വന്നത്. ആ സയൻസ് പോലും കൈവിട്ട കേസായിരുന്നു. ഏടത്തിയുടെ മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥനയാ ഏട്ടനെ തിരികെ കൊണ്ടുവന്നത്. നീ ഏത് കാലഘട്ടത്തിലാഖിൽ? കാലം ഏതായാലും ദൈവം ഒന്നുണ്ടെന്നും പൂജകൾക്ക് ഫലമുണ്ടെന്നും വസു തെളിയിച്ചിരിക്കുക. വസു ഇല്ലായിരുന്നെങ്കിൽ അവയ്ക്ക് എന്താകുമായിരുന്നു എന്തോ. അതെ ഏട്ടാ, വസു നല്ല പെൺകുട്ടിയാ. മൂത്തവരോട് ബഹുമാനവും നല്ല ദൈവവിശ്വാസവും ഉള്ളവളാ.